ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വൂസു അണ്ടർഗ്രൗണ്ടിലെ റൂമിലേക്ക് കയറി പോകുമ്പോൾ ഡൂഷുമിനെ കാണുന്നതായിട്ടല്ലേ. പക്ഷെ ഇതെല്ലാം തന്നെ അവൻ സ്വപ്നം കണ്ടതായിരുന്നു. ഞെട്ടിയുണർന്ന് അവൻ ഡൂഷുമിനെ ക്ലാസ്സിൽ കാണാത്ത കാരണം ഓടിയ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് അവൾ തലകറങ്ങി വീഴാൻ തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് അവൻ അവളെ കയറി പിടിക്കുന്നു. അവൾ അവനോട് പറയുന്നുണ്ട് ഇതിനുള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. വൂസു അവളോട് പറയുന്നു എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടതും അത് തന്നെയാണ്. ലാസ്റ്റ് റാങ്കിൽ വന്നത് കാരണം ആ ഇവിൽ സ്പിരിറ്റ് കൊന്ന സ്റ്റുഡൻസിന്റെ ആത്മാക്കളാണ് ആ ഒരു റൂമിലുള്ളത്. ആ ഇവിൽ സ്പിരിറ്റ് ആ ആത്മാക്കളെ എല്ലാം തന്നെ ലോക്ക് ചെയ്ത് അതിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്കി എല്ലാ ആത്മാക്കളെ കണ്ടിട്ടും ഈ സ്റ്റുഡൻസിന്റെ ആത്മാക്കളെ നമ്മൾക്ക് കാണാൻ സാധിക്കാത്തത്. ആ റൂം തുറന്ന് കാണാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു അവര്. ആ സമയത്താണ് അവരുടെ ക്ലാസ് ടീച്ചർ അതുവഴി പോകുന്നത്. അവർ ആ ടീച്ചറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അയാൾക്കത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഡൂഷും മാത്രമല്ലല്ലോ, വൂസും കൂടി അയാളോട് പറയുന്നത് കൊണ്ട് അയാൾക്ക് കുറച്ചുകൂടി വിശ്വാസം തോന്നുന്നു. അങ്ങനെ ആ ഒരു ടീച്ചറിന്റെ സഹായത്തോടു കൂടി ആ റൂമിന്റെ കീഴെടുക്കാൻ അവർ തീരുമാനിക്കുന്നു. മാത്രമല്ല സ്പിരിറ്റിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ആക്രമിക്കണമെന്നും അതിനെ കീഴ്പ്പെടുത്തണമെന്നും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട്. നമ്മുടെ ഷോർട്ട് ഹെയർ പെൺകുട്ടിയും അവളുടെ കൂട്ടുകാരികളും ഇതൊക്കെ കാണുന്നുണ്ട്. 2 കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇവരെന്തായി കാണിക്കുന്നതെന്ന്. കുട്ടികളെ കൊല്ലാൻ വരുന്ന ആ ആള് ആരാണെങ്കിലും ഇവർ 2 പേരും ചേർന്നിട്ട് കൊല്ലുമായിരിക്കും എന്നാണ് ഈ ഷോർട്ട് ഹെയർ പെൺകുട്ടി പറയുന്നത്. അന്ന് സ്കൂൾ വിട്ട് പോകാൻ നേരത്ത് വൂസുവിനെ കൂട്ടാൻ അവന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ജോങ് ആകട്ടെ വൂസുവിന്റെ അമ്മയെ കണ്ടതും ഓടിച്ചെന്ന് അവരോട് സംസാരിക്കുന്നു. വൂസുവിന്റെ അമ്മയ്ക്ക് ജോങ്ങിനെ വളരെയധികം ഇഷ്ടമാണെന്ന് ഡൂഷുമിൻ അത് കണ്ടപ്പോൾ മനസ്സിലായി. നിന്റെ അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുപോയ സ്ഥിതിക്ക് നിനക്ക് രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് ഡൂഷും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ വന്നാലും താൻ വരുമെന്നാണ് അവൻ പറയുന്നത്. ഇവിടെ ഡൂഷിം ആ സ്പിരിറ്റിനെ പിടിക്കാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവളുടെ അമ്മയ്ക്കാകെ ടെൻഷനായി. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നായിരുന്നു അവരുടെ പേടി. ഊസുവിനാകട്ടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. ജോങ് അവിടെ വന്നിരിക്കുകയാണ്. അവളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൾ എന്തായാലും വീട്ടിൽ അമ്മയോട് പറയും. അവളെയും കൂട്ടിയിട്ടേ അവിടെ നിന്ന് പോകാൻ പറ്റൂ. എന്നാൽ അവളോട് ഈ സത്യങ്ങൾ പറയാനും പറ്റില്ല. അതിന് അവനൊരു വഴി കണ്ടെത്തുന്നു. അവൻ ഹ്യൂൻസുവിന്റെ ആത്മാവിനോട് പറയുന്നുണ്ട് നീ കുറച്ചു നേരത്തേക്ക് ജോങ്ങിന്റെ ശരീരത്തിൽ കയറിയിട്ട് എന്റെ കൂടെ സ്കൂളിലേക്ക് വരാൻ. അങ്ങനെ അവളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഹ്യൂൻസുവിന്റെ ആത്മാവ് കയറുന്നു. അതുകൊണ്ട് അവൾ അറിയാതെ തന്നെ അവൾ നമ്മുടെ വൂസുവിന്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ്. ഇവർ 2 പേരും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് അവന്റെ അമ്മ ഒന്നും പറഞ്ഞതുമില്ല. ഹ്യൂൻസുവിന്റെ ആത്മാവ് ജോങ്ങിനെ നഴ്സസ് റൂമിൽ കൊണ്ടുപോയി കടത്തുന്നു. ഹ്യൂൻസു അവളുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അവളാകട്ടെ ഉറക്കത്തിലായിരുന്നു. ആ നേരം കൊണ്ട് ഡൂഷുമും വൂസുവും ആ സാറിന്റെ സഹായത്തോടു കൂടി ആ ഒരു റൂം തുറക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ജോങ്ങിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഹ്യൂൻസു ആകട്ടെ ആ കോറിഡോറിലൂടെ നടന്നു വരുന്ന സമയത്ത് അവിടെ വെച്ചിരുന്ന ഫോട്ടോസ് കാണുന്നുണ്ട്. അതിനകത്ത് ആ പ്രിൻസിപ്പലിന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അപ്പോൾ അവന് പെട്ടെന്ന് ഓർമ്മ വന്നു ഇയാളെയാണല്ലോ ഞാൻ ആ സ്പിരിറ്റിന്റെ കൂടെ കണ്ടതെന്ന്. ഇവിടെ വൂസുവും ഡൂഷുമും റൂം തുറന്ന് അകത്തേക്ക് കയറി. ആ ടീച്ചറിനാകട്ടെ നല്ല പേടിയാകുന്നുണ്ടായിരുന്നു. അയാൾ പിറകെ ചെന്ന് നോക്കുന്നു. അവിടെയെങ്കിലും ഒന്നുമില്ലല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ ആ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ ഡൂഷുവിന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ അമാനുഷികമായിട്ട് നടക്കുന്നുണ്ടെന്ന്. കുട്ടികൾ പാഠങ്ങൾ ചൊല്ലി പഠിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. അവരൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്കൂളിൽ മരിച്ച കുട്ടികളെല്ലാം തന്നെ അവിടെ ഇരുന്ന് പഠിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. ആ ഇവിൾ സ്പിരിറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അത് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരുമെന്ന് ഡൂഷും പറയുന്നുണ്ട്. ഇവരിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ആ ആത്മാക്കള് ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളല്ലേ? ആ സ്പിരിറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കൊള്ളാൻ. എന്നാൽ അതിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ആത്മാക്കൾ പറയുന്നുണ്ട് ആരാ പറഞ്ഞു ഇവിടെ ഇല്ലാന്ന്, നിങ്ങളുടെ പിന്നിൽ തന്നെ അത് നിൽപ്പുണ്ടെന്ന്. അവര് തിരിഞ്ഞു നോക്കിയതും അവരുടെ കൂടെ വന്ന ടീച്ചറിന്റെ ദേഹത്തേക്ക് ആ ഒരു ഇവിൾ സ്പിരിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അതുവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. വൂസു എങ്ങനെയൊക്കെയോ അയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. ആ സമയത്ത് ഹ്യൂൻസുവിന്റെ ആത്മാവ് അവിടേക്ക് വന്ന് ഡൂഷുമിനോട് പറയുന്നുണ്ട് ആ ഇവിൾ സ്പിരിറ്റിനെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് എനിക്കറിയാമെന്ന്. അത് ആ പ്രിൻസിപ്പൾ തന്നെയാണ്. ഇത് കേട്ട് വൂസുവും ഡൂഷുമും ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ആ ഇവിൾ സ്പിരിറ്റ് ഹ്യൂൻസു ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ആത്മാക്കളെ തന്റെ വശത്താക്കി അവരെ എല്ലാവരെയും അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ഡൂഷുമിന് അത് സഹിക്കാനേ കഴിഞ്ഞില്ല. ഹ്യൂൻസു ഇത്രയും കാലം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അവള് കാരണമാണ് ഇപ്പോൾ ഹ്യൂൻസുവിനെ പോലും ആ ആത്മാവ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. മാത്രമല്ല നാമിന്റെ ആത്മാവിനെ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഹ്യൂൻസുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് നാമിനെ രക്ഷിക്കണമെങ്കിൽ ഹ്യൂൻസുവിന്റെ ആത്മാവിനെ ആദ്യം രക്ഷിക്കണം. അവൻ തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നെങ്കിലേ നാമിന്റെ ആത്മാവ് എവിടെയാണെന്ന് ഇവർക്ക് അറിയാൻ പറ്റൂ. ഹ്യൂൻസ് പറഞ്ഞ പ്രകാരം ആ പ്രിൻസിപ്പളാണ് ഇതിനെല്ലാം കാരണമെങ്കിൽ അന്ന് തന്റെ ഗ്രാൻഡ്മയെ കൊന്നതും ആ പ്രിൻസിപ്പൾ തന്നെയാണ്. അവൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഗ്രാൻഡ്മയുടെ നിലവിളി കേട്ടിട്ട് അവൾ ഓടിപ്പോകുമ്പോൾ അവളുടെ ഓപ്പോസിറ്റ് ഒരാൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രിൻസിപ്പൾ തന്നെയായിരുന്നു. ഇനി ആ സ്പിരിറ്റിനെ എങ്ങനെ കാണുമെന്ന് ഇവർക്ക് ഒരു പിടിയുമില്ല. അത് തിരിച്ചു വരണമെങ്കിൽ വീണ്ടും എക്സാം നടത്തി ഏതെങ്കിലും ഒരു കുട്ടി ലാസ്റ്റ് റാങ്കിൽ വരണം. എന്നാൽ മാത്രമേ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ സ്പിരിറ്റ് വീണ്ടും വരൂ. അവർക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല നാമിന്റെ ആത്മാവ് എവിടെയാണെന്ന് ഇവർക്ക് അറിയത്തുമില്ലല്ലോ. ആ സമയം നമ്മളെ ഒരു സെമിത്തേരിയില് നാമിന്റെ ആത്മാവ് പേടിച്ച് ഒറ്റയ്ക്കിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് സ്കൂളിൽ ഡൂഷ്മി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ വീക്കിൽ ഒരു മോക്ക് എക്സാം കൂടി ഉണ്ടെന്ന്. അത് കേട്ടതും കുട്ടികളെല്ലാം പേടിച്ചു. ആ ഷോർട്ട് ഹെയർ ഗേൾ ആകട്ടെ ഒരുപാട് പേടിച്ചു. അവള് നേരെ ഡൂഷുമിനോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞ പോലെ അവസാനം എന്തായാലും ഞാനല്ലോ വരുന്നത്, ഞാൻ മരിക്കില്ലല്ലോ എന്ന്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്നാണ് ഡൂഷും പറയുന്നത്. ഡൂഷും രണ്ടും കൽപ്പിച്ചായിരുന്നു. ഇത്തവണ ഏറ്റവും കുറഞ്ഞ റാങ്ക് വാങ്ങിക്കാൻ അവള് തന്നെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്പിരിറ്റ് തന്നെ തേടി വരും, അപ്പോൾ അതിനെ കൊല്ലാം. ഇവിടെയാണ് 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഡൂഷും ആ ഷോർട്ട് ഹെയർ ഗേളിനോട് പറയുന്നുണ്ട്
പറയുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന്. ഞാൻ മാക്സിമം ആൻസേഴ്സ് തെറ്റിച്ചെഴുതും. ഏറ്റവും ലാസ്റ്റ് റാങ്ക് ഞാൻ തന്നെ വാങ്ങിക്കാൻ നോക്കും. നീ മാക്സിമം എല്ലാം കറക്റ്റ് ആക്കാൻ നോക്കണം. നിന്നെ കൊണ്ട് പറ്റുന്ന അത്രയും നീ കറക്റ്റ് ആക്കിയെങ്കിലേ പറ്റൂ. എന്നാൽ അവള് ചോദിക്കുന്നുണ്ട് എനിക്കറിയാവുന്നതിന്റെ ആൻസർ ഞാൻ എഴുതിയാലും ചിലപ്പോൾ നിന്നേക്കാൾ ഏറ്റവും കുറവ് റാങ്ക് എനിക്കാണ് കിട്ടുന്നതെങ്കിലോ? അത് കേട്ടപ്പോൾ ഡൂഷ്യൻ പറയുന്നുണ്ട് എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനെല്ലാം കറക്റ്റ് ആയിട്ട് എഴുതാം, എന്നിട്ട് ഞാൻ എന്റെ പേപ്പറിൽ പേരെഴുതില്ല എന്ന്. നീയും നിനക്ക് അറിയാവുന്നത് മാത്രം എഴുതിയാൽ മതി. പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്കും പേപ്പർ സ്വിച്ച് ചെയ്തിട്ട് പേരെഴുതിയാൽ മതി എന്ന്. അപ്പോൾ എന്റെ പേപ്പർ നിനക്ക് കിട്ടും, നിന്റെ പേപ്പർ എനിക്കും കിട്ടും. അപ്പൊ ലാസ്റ്റ് റാങ്ക് ഞാൻ തന്നെ വരൂ. അങ്ങനെ അവർ ആ ഒരു ഡീലിലെത്തിയിരുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ ആ പ്രിൻസിപ്പൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ആ ഇവിൾ സ്പിരിറ്റിനോട് പറയുന്നുണ്ട് നീ ലാസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന കുട്ടികളെ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഒരു രീതിയിലും കൊല്ലാൻ പാടില്ല. അതായിരുന്നല്ലോ നമ്മുടെ ഡീല്. വൂസു വന്ന് അവളോട് ചോദിക്കുന്നുണ്ട് ഞാനറിയാതെ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. താൻ ലാസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ പോവുകയാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും ഇത് തടയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൻ കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്ന്. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് ജോങ് അവിടേക്ക് വരുന്നു. അവൾ അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തലേന്ന് എന്താണ് എന്നെ ചെയ്തതെന്ന്. എന്റെ തലയെല്ലാം തന്നെ നല്ലപോലെ വേദനിക്കുന്നു. നിന്റെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്താ നടന്നതെന്ന് നിങ്ങൾ എന്തായാലും എന്റെ അടുത്ത് പറഞ്ഞേ പറ്റൂന്ന് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ ടീച്ചറാകട്ടെ പ്രിൻസിപ്പലിനോട് പോയി പറയുന്നുണ്ട് നമ്മുടെ ബേസ്മെന്റിൽ ഒരു ഇവിൾ സ്പിരിറ്റ് ഉണ്ടെന്ന്. നിങ്ങൾ രാത്രിയിൽ കുട്ടികളുടെ കൂടെ അവിടേക്ക് പോയി എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്നു. അതേ ഞാൻ നേരിട്ട് കണ്ടു എന്നൊക്കെ ഈ ഒരു ടീച്ചർ പ്രിൻസിപ്പലിനോട് പറഞ്ഞതും അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിനക്കെന്താ, നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ആ സ്പിരിറ്റ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ പേടിച്ചിട്ടാണെങ്കിലും കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ സ്കൂളിന് അത്രയധികം റെപ്യൂട്ടേഷനും അത്രയധികം വിജയശതമാനവും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഈ ഇവിൾ സ്പിരിറ്റിനെ കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അതൊക്കെ അങ്ങനെ നടക്കുന്നത് തന്നെയാണ് നല്ലത്. അയാൾ ശരിക്കും ഷോക്കായി പോയി. പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെ പറയുമെന്ന് അയാൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഡൂഷും വൂസും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. തനിക്ക് ഈ ഇവിൾ സ്പിരിറ്റിനെ പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അവൾക്ക് ഡൗട്ടാണെന്ന് അവൾ പറയുന്നു. വൂസു അവളെയും വിളിച്ചുകൊണ്ട് നേരെ നാമനെ കാണാൻ പോകുന്നു. അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലൊന്ന് ആലോചിക്കുകയായിരുന്നു അവന്റെ അമ്മ. അവിടുത്തെ എക്സ്പെൻസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് ഒരു ഉറപ്പും ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഒന്നും തന്നെ ഇപ്പൊ മാറ്റാൻ നിൽക്കണ്ട, കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും, അവൻ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഡൂഷും വൂസും പറയുന്നത്. അതൊന്നും തിരിച്ചു വരാൻ നേരത്തെല്ലാം തന്നെ ഡൂഷുമിന്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനിനി ആ ഇവിൾ സ്പിരിറ്റിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. ചിലപ്പോൾ അതെന്നെ കൊല്ലും, ചിലപ്പോൾ ഞാനതിനെ കൊല്ലും. എന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് അറിയില്ലല്ലോ. വൂസുവിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയ പറഞ്ഞു പോകാൻ നേരത്ത് പെട്ടെന്ന് അവളാകട്ടെ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവൻ അവളോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ എന്ന്. എന്നാൽ ഒന്നും പറയുന്നതിന് മുമ്പ് തന്നെ അവൾ അവനെ കിസ് ചെയ്യുകയാണ്. താൻ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അവൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അവൻ ആഗ്രഹിച്ച ആ കാര്യം അവൾ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എക്സാം തുടങ്ങിയിട്ട് ഇവർ രണ്ടുപേരും പേപ്പർ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാകട്ടെ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ അങ്ങ് താഴെ വീഴുന്നു. സാർ അതെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനകത്ത് പേരെഴുതാൻ പറയുന്നുണ്ട്. പേരെഴുതി കഴിഞ്ഞാൽ പിന്നെ എക്സാം പേപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അയാൾ നോക്കി നിൽക്കുന്നത് കാരണം അവൾക്ക് പേരെഴുതേണ്ടതായിട്ട് വരുന്നു. അതോടെ അവരുടെ ആ പ്ലാൻ പൊളിഞ്ഞു. ഇതെല്ലാം വൂസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ ശേഷം വിഷമത്തോടെ ആ പെൺകുട്ടി ഡൂഷിമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. സാരമില്ല, അടുത്തൊരു പേപ്പർ കൂടിയില്ലേ, അതിന് നമുക്ക് പേപ്പർ എക്സ്ചേഞ്ച് ചെയ്യാം, അതോടെ എന്തായാലും എനിക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ മാർക്ക് വരാൻ പോകുന്നതെന്ന് ഡൂഷിം പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൂസ് അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ ഡൂഷിം പറയുന്നുണ്ട് ഇവൾ എക്സാമിന് നന്നായിട്ട് എഴുതിയില്ല, അതുകൊണ്ട് ഞാൻ ഇവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു എന്ന്. എന്നിട്ട് പെട്ടെന്ന് ഇവർ രണ്ടുപേരും തിരിച്ച് ക്ലാസ്സിലേക്ക് പോയി. വൂസുവിന് നല്ല ഡൗട്ട് തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത എക്സാമിന് വീണ്ടും ഇവർ പേപ്പർ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചതും വൂസു അത് കാണുന്നുണ്ട്. വൂസ് പെട്ടെന്ന് സാറിനോട് പറയുന്നുണ്ട് ഇവിടെ ചിലരൊക്കെ കോപ്പി അടിക്കുന്നുണ്ട്, സാറൊന്ന് ശ്രദ്ധിച്ചോളാൻ. അത് കാരണം അവർക്ക് വീണ്ടും എക്സാം പേപ്പർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതോടെ വീണ്ടും പ്ലാൻ പൊളിഞ്ഞു. ആ പെൺകുട്ടി ആകെ തകർന്നു. തനിക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ മാർക്ക് വരാൻ പോകുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. താൻ എഴുതിയതിൽ ഒരുപാട് തെറ്റുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. ഡൂഷിം പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്കൊന്നും പറ്റില്ല, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന്. അവൾ വൂസുവിനോട് പോയി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നീ എന്തിനാണ് ഞങ്ങളുടെ ആ പ്ലാൻ തകർക്കാൻ നിന്നതെന്ന്. ഞാനറിയാതെ നീ ഒരു പ്ലാനും ചെയ്യേണ്ടതെന്നാണ് വൂസു അവളോട് പറയുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ ആകട്ടെ ആ ടീച്ചറിനോട് പറയുന്നുണ്ട് ആ ഡൂഷിമല്ലേ പറഞ്ഞത് ഇവിടെ ഒരു ഇവിൾ സ്പിരിറ്റ് ഉണ്ടെന്ന്. അവൾക്കത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാൻസ് കൊടുക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്ത ആ കുട്ടിയുടെ മാർക്ക് ഷീറ്റുമായിട്ട് ഡൂഷിമിന്റെ മാർക്ക് ഷീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും, അതിനകത്തൊരു ക്രമക്കേട് നടത്ത്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഡൂഷിം വരും. അങ്ങനെയാണെങ്കിൽ ആ സ്പിരിറ്റ് എന്തായാലും അവളെ തേടി വരില്ലേ. അവളാണല്ലോ അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, അത് അവളെ തെളിയിക്കട്ടെ. ഇത് ഞാൻ ചെയ്യില്ല എന്ന് ആ ടീച്ചർ പറഞ്ഞെങ്കിലും പ്രിൻസിപ്പൽ ഭീഷണിപ്പെടുത്തുന്ന കാരണം അയാൾക്കത് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ അയാൾ ബാക്കിയുള്ള പേപ്പർ എല്ലാം എടുത്ത് നോക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് ഏറ്റവും കുറവ് റാങ്ക് വന്നിരിക്കുന്നത് ക്ലാസ്സിൽ പഠിക്കാത്ത ആ കുട്ടിക്കല്ല, ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന നമ്മുടെ വൂസുവിനായിരുന്നു എന്ന്. അയാൾ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഇത്തവണ ഏറ്റവും ചെറിയ റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് വൂസുവിനാണെന്ന് പറഞ്ഞതും ഡൂഷിം ഞെട്ടിപ്പോയി. അവൻ മനഃപൂർവ്വമാണ് ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഡൂഷിം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അവിടെയാണ് ഈ 10ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോയോട് കൂടി ഈ ഒരു സീരീസ് അവസാനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഏതൊക്കെ സീരീസാണ് വേണ്ടതെന്ന് കമന്റ് കൂടി ചെയ്യുക.